മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്ക് ചങ്ങാത്തം കൊടുത്ത് സ്വീകരിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ കരുത്തോടെ പിടിച്ചു നിർത്താൻ മദീനയുടെ രാജാവ്, ലോകത്തിന്റെ നേതാവ് ഇടപെടുകയാണ്. അല്ലാഹുവേ, അവിടുത്തെ ഒരു നോട്ടം ഞങ്ങളുടെ കൽബിലേക്ക് നൽകണേ റഹ്മാനേ. എന്റെ സദസ്സിലുള്ള ജനങ്ങളെ, അല്പനേരം നിങ്ങൾ നിന്നതിൽ എന്നോട് ദേഷ്യം വെക്കല്ലേ. എന്നോട് നിങ്ങളോടൊന്ന് ചോദിക്കണേ. നമുക്ക് നമ്മുടെ നേതാവായ റസൂലുള്ളാഹിനെ ഒരു തവണയെങ്കിലും കാണണ്ടേ മോനെ? ഒരുപാടിൽ കണ്ടില്ലേ? ഇന്ന് തിങ്കളാഴ്ച രാവല്ലേ? നമ്മളെ പലപ്പോഴും നമ്മുടെ ഭാര്യമാരെ കണ്ടില്ലേ? ഉമ്മമാരെ, നിങ്ങൾ ഭർത്താക്കളെ കണ്ടില്ലേ? പലരെയും കണ്ടില്ലേ? അവരെക്കാളൊക്കെ സ്നേഹം വേണ്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു തവണയെങ്കിലും അല്ല അവിടുത്തെ ശമാഇലെന്ന് പറയുമ്പോൾ ഹബീബിനെ കണ്ടുകൊണ്ടൊന്ന് പറയണേ. ഹബീബിന്റെ കൈയെങ്ങനെ, കാലെങ്ങനെ, ഇരിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, സംസാരം, മുഖകമലമെങ്ങനെ, ആംഗ്യമെങ്ങനെ, മൗനമെങ്ങനെ, അവിടുത്തെ കൽപ്പന എങ്ങനെ? ഇതെല്ലാം വഅദ് പറയുന്ന നേരത്ത് ഹബീബിനെ കൽബിൽ കണ്ടു തരം ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ നൽകണേ റഹ്മാനേ. എല്ലാവരെക്കാളും റസൂലുള്ളാഹിയെ ഇഷ്ടം വെച്ചിട്ട് ഞങ്ങളുടെ കൽബ് മഹബത്ത് കൊണ്ടൊന്ന് നിറച്ചു തരണേ റഹ്മാനേ. എന്റെ ഉമ്മപെങ്ങന്മാരെ, സിനിമ കാണാതെ, സീരിയല് കാണാതെ, തോന്നിവാസങ്ങൾ ചിന്തിക്കാതെ, അല്ലാഹു പൊരുത്തപ്പെട്ട വസ്ത്രം ധരിച്ച് നല്ല നിലക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒന്ന് ജീവിച്ചോ. അല്ലാഹുങ്ങൾക്ക് നീ എല്ലാവിധ ഇസ്സത്തും നൽകിയിട്ട് ഹബീബിലേക്ക് ചേർത്തു തരണേ റബ്ബേ. ചെറുപ്പക്കാരാ, മൊബൈലിലൂടെ എന്തെങ്കിലുമൊക്കെ കണ്ട് കണ്ണുകേട് വരുത്താതെ റസൂലുള്ളാഹിനെ കാണാൻ പറ്റുന്നൊരു കൽബ് വേണം, ഒരു കണ്ണ് വേണം റബ്ബേ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിനെ കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഈ മജ്ലിസിൽ നിന്ന് അത്തരം ഒരു മനസ്സ് പറയുന്നു നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. സുയൂത്തി ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ കണ്ടു എന്നെ ശൈഖുൽ ഹദീസ് എന്ന് വിളിച്ചു. ശാഫി ഇമാം തങ്ങൾ പറഞ്ഞു, ഞാൻ എപ്പോഴും കാണല് തന്നെ. എന്നെ ഇമാമെന്ന് വിളിച്ചു, എന്നെ അലിമെന്ന് വിളിച്ചു, എന്നെ ഫഖീഹെന്ന് വിളിച്ചു, എന്നെ എല്ലാ വിലാസങ്ങളും നൽകിയിട്ട് ആദരിച്ചു. അബൂ ഹനീഫ ഇമാം തങ്ങൾ കണ്ടില്ലേ, അറിവിന്റെ കോരിയെടുക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തങ്ങള് എല്ലാ ദിവസവും ഹബീബിനെ കാണല് തന്നെയെന്ന് അതാ ഇമ്മത്തെ രേഖപ്പെടുത്തി വെക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ കാഴ്ചയെക്കുറിച്ച് അബൂ നുഐമ് തങ്ങൾ എഴുതുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ടത് നമ്മളേറെ തവണ കേട്ടതാണ്. മുസ്ലിമുൻ നൈസാബൂരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലും അതുപോലെയുള്ള അനുഭവങ്ങൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുകയാണ്. നിങ്ങൾക്കും സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബിലേക്കൊന്ന് ചേർന്ന് അവസാനം മുദ്ദാഹി ത്വഹാ ലാഹിഖാ റസൂലുള്ളാഹി തങ്ങളുടെ മാദിഹീങ്ങളിലേക്ക് ഓശാരം കൊണ്ടൊന്ന് ചേർത്ത് തരണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് ഹബീബിനെ കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം നൽകണേ അല്ലാഹ്. ഒരു 3 സ്വലാത്തു ചെല്ലുന്ന നേരത്ത് ഹബീബ് തങ്ങൾ കിടക്കുമ്പോഴത്ത് സലാം പറയുന്ന സ്ഥലം മനസ്സിൽ കാണാൻ പറ്റുന്നവരൊന്ന് കണ്ടാൽ നല്ലതാണ്. ഹബീബായ റസൂലുള്ളാഹിനെ കിനാവിൽ കണ്ടവർ ഈ സദസ്സിലുണ്ടെങ്കിൽ
ആ കണ്ടരങ്ങും ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ സലാം പറയുന്ന തലത്തുള്ള ദ്വാരം ഹുനാ അസ്സലാമു അലൈഹി വസല്ലം, ഇവിടെയാണ് നബി തങ്ങൾക്ക് സലാം പറയാനുള്ള സ്ഥലമെന്ന് മദീനത്തെ മുവാജഹത്തിലെ ജാളിയിൽ അതാ ഗ്രില്ലിൽ പ്രത്യേകം ഒരു ദ്വാരമുണ്ട്. അത് മനസ്സിൽ കാണാൻ പോയിട്ടുള്ളവർക്ക് കഴിയുന്നതാണ്. ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നോ. ഇനി അതും കഴിയുന്നില്ലെങ്കിൽ പച്ച കുബ്ബ മനസ്സിലില്ലാത്ത ആരാണിവിടെയുള്ളത്? ഖുബ്ബത്തുൽ ഖദറായിലേക്ക് നോക്കൽ ആണെന്ന് ഇബ്നു ഹജർ തങ്ങൾ അദ്ദുറുൽ മൻസൂർ കഅബയിലേക്ക് നോക്കൽ ഇബാദത്തായ കാരണം തന്നെയാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നിവേദനം ഉദ്ധരിച്ച് വിശദീകരിച്ചു തന്നില്ലേ? അപ്പോൾ ആ പച്ചക്കുബ്ബയൊന്ന് മനസ്സിൽ കണ്ട് മുവാജഹത്തൊന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരു 3 സ്വലാത്തുൻ നാരിയ ചൊല്ലിയിട്ട് നമുക്ക് ഈ മജ്ലിസിൽ ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഇജാബത്തിന്റെ മജ്ലിസാക്കണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ഉമ്മരത്ത് കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാക്കി നൽകണേ അല്ലാഹ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد النبي الأمي العربي الهاشمي الزمزمي الفتحي التهامي الأسلمي وعلى آله وصحبه وسلم. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിൽ ഹബീബിലേക്ക് മഹബ്ബത്ത് ഒന്ന് ഏറ്റിത്തരണേ റഹ്മാനേ. ഈ തിങ്കളാഴ്ച രാവിലെ നല്ല മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യുന്നത് നീ കബൂലാക്കണേ മന്നാനേ. പ്രിയമുള്ളവരെ, വേഗം ദുആ ചെയ്യുക. അതിനു മുമ്പ് ഈ നല്ല മജ്ലിസിൽ ഹബീബായ മുത്തുനബി തങ്ങളെ